നിനക്ക് തടി ചെറുപ്പം തൊട്ടുള്ളതല്ലേ, അതെങ്ങനെ മാറ്റാനാ എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെ ചിന്താഗതികൾ എല്ലാം ജസ്റ്റ് ഡയറക്ട്ലി വെൻഡൻസ്. നിങ്ങളൊരു ഫെയിലിയർ ആണ് നിങ്ങളൊരു 10-20 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഇസ് ഗോയിങ് ടു സോക്ക് ഇറ്റ് ഇൻ. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ തലയുടെ ഉള്ളിൽ ഇങ്ങനെ കയറ്റി വെച്ചേക്കുക. ആ റിസൾട്ട് വേണ്ടെങ്കിൽ യു നീഡ് ടു സ്റ്റാർട്ട് ടെല്ലിങ്. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് എല്ലാവർക്കും വെൽക്കം. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ബിക്കോസ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ് നോട്ട് ഓൺലി ഹെൽപ്സ് മീ ഗ്രോ, ബാക്കിയുള്ളവർ ഈ വീഡിയോ കാണുമ്പോൾ ഇറ്റ് ഈവൻ ഹെൽപ്സ് ദം ടു ഗ്രോ. സോ ലെറ്റ് us grow together. From our childhood we were programmed to think certain way. അങ്ങനെ നമ്മളൊരു ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചില ആൾക്കാർ will be like, നിന്നെ കൊണ്ട് ഇത് കൂടൂ, നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എന്താവാനാണ്, യു ആർ ജസ്റ്റ് എ ഗേൾ, എവിടെ വരെ പോവാനാ, നിന്റെ പോക്ക് കണ്ടിട്ട് നിന്നെ കൊണ്ട് പറ്റണ പോലെ ഇല്ല, നിനക്ക് തടി ചെറുപ്പം തൊട്ടുള്ളതല്ലേ, അതെങ്ങനെ മാറ്റാനാ, അവർക്ക് സപ്പോർട്ട് ഉണ്ടായി, നിനക്ക് സപ്പോർട്ട് ഉണ്ടോ, ഇത്ര പ്രായമായി എന്ന് ഓർത്തിട്ടാ, എന്തൊരു അസുഖമുണ്ട്, ഇക്കാലത്ത് വല്ലതും നടക്കുമോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ തലയുടെ ഉള്ളിൽ ഇങ്ങനെ കയറ്റി വെച്ചേക്കുക. നമ്മൾ ചെറുതായിരുന്നപ്പോൾ എന്ന് വെച്ചാൽ ഒരു 4 to 5 years ഓൾഡ് ആവണതിന് മുന്നേ നമുക്കങ്ങനെ ഒരു കോൺഷ്യസ് തിങ്കിങ് ഉണ്ടായിരുന്നില്ല. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വാസ് വൈഡ്ലി ഓപ്പൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് എന്തിട്ട് കൊടുത്താലും അതങ്ങ് കയറിപ്പോകും. ആ സമയത്താണ് നമ്മുടെ ബിലീഫ് സിസ്റ്റം ഉണ്ടാവുന്നത്. നമ്മുടെ ബിലീഫ് സിസ്റ്റം ഫോം ആവാൻ ജെനറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, പക്ഷെ അതിനാലും കൂടുതൽ നമ്മൾ വളർന്നു വന്ന എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ആണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ വ്യത്യാസമായ ഫുഡായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. ബട്ട് വൈ? അല്ലെ, വാട്ട്സ് എ ഫുഡ് വിച്ച് യു ഡോണ്ട് ലൈക്ക്? അതും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടമല്ലാത്തതെന്ന്? ഇങ്ങനെ ഓരോ ഫുഡിനോട് ഇഷ്ടവും ഇഷ്ടമില്ലായ്കയും അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ തലയുടെ ഉള്ളിൽ കയറിയേക്കുന്നത് ഇറ്റ്സ് ബിക്കോസ് യു ആർ പ്രോഗ്രാംഡ്. ഒരു സർട്ടൻ ഏജ് വരെ എന്ന് വെച്ചാൽ ഒരു 4 to 5 years ഓൾഡ് വരെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വൈഡ്ലി ഓപ്പൺ ആയതുകൊണ്ട് എക്സ്റ്റേണൽ എൻവിറോൺമെന്റിൽ നടന്നതെല്ലാം യു ആർ ജസ്റ്റ് സോക്കിങ് ഇൻ. നിങ്ങളുടെ ചുറ്റും നടന്ന ഇമേജസ്, തോട്ട്സ് എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെ ചിന്താഗതികൾ എല്ലാം ജസ്റ്റ് ഡയറക്ട്ലി വെൻഡൻസ് ആയി. നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ഡെവലപ്പായി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. എന്നാലും നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയതെല്ലാം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഓൾറെഡി പ്രോഗ്രാംഡ് ആയ കാര്യങ്ങൾ വെച്ച് ഇൻഫ്ലുവൻസ് ആയിട്ടായിരിക്കും നിങ്ങളുടെ തോട്ട്സ് പ്രോസസ്സ് ആവുന്നത്. നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ഹാബിറ്റ്സ് ആണ്. ഈ ഹാബിറ്റ്സ് ആണ് നിങ്ങളുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് കോൺഷ്യസ്ലി ഒരു കാര്യം ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ പോലും it get influenced by your subconscious mind which is already programmed. Henceforth our subconscious mind takes control. ഇപ്പോൾ ഒരു മോട്ടിവേഷണൽ വീഡിയോ കണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ ബുക്ക് വായിച്ചു എന്ന് വെച്ചോ, പക്ഷേ ഈവൻ ദോ യു റെഡ് ഇറ്റ്, അത് നിങ്ങൾ ഇൻഫ്ലുവൻസ് ആക്കാത്തതിൻ്റെ റീസൺ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം ഇതുവരെ മാറിയിട്ടില്ല. ഈവൻ ദോ കോൺഷ്യസ്ലി യു വോണ്ട് ടു ചേഞ്ച് ഇറ്റ്, subconsciously you are already programmed to a certain way. Hence you find it really difficult, or maybe as a process ആയി ഉള്ളിൽ കയറിയിട്ടില്ല, that to go to different direction. നിങ്ങൾ വിചാരിക്കണാലും കൂടുതൽ ഇൻഫ്ലുവൻസ് ഈ ബിലീഫ് സിസ്റ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ ലോജിക്കിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് ഈ ബിലീഫ് സിസ്റ്റമാണ്. നിങ്ങളുടെ ടൈം നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് വിചാരിക്കേണ്ടത് ഈ ബിലീഫ് സിസ്റ്റമാണ്. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതെങ്ങനെ പെർസീവ് ചെയ്യണമെന്ന് ചിന്തിപ്പിക്കുന്നത് ഈ ബിലീഫ് സിസ്റ്റമാണ്. കുറേ കാര്യങ്ങളിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ആക്കുന്ന ഈ ബിലീഫ് സിസ്റ്റം എങ്ങനെ ചേഞ്ച് ആക്കുക? സോ ഈ വീഡിയോ കൂടെ മെയിനായിട്ട് കൺവേ ചെയ്യണം എന്നുള്ളത് ഹൗ ടു ചേഞ്ച് ദിസ് ബിലീഫ് സിസ്റ്റമാണ്. സി ദ ആൻസർ ഇസ് ആക്ച്വലി സിമ്പിൾ. ഈ ബിലീഫ് സിസ്റ്റം എങ്ങനെയുണ്ടായത്? ഈ ബിലീഫ് സിസ്റ്റം ഉണ്ടാവാനുള്ള കാരണം നിങ്ങൾ ചെറുപ്പം തൊട്ട് നിങ്ങൾ കേട്ടതും കണ്ടതും എല്ലാം ഉള്ളിൽ കയറിയിട്ടാണ്. ഇത് റിപ്പീറ്റഡ്ലി നിങ്ങൾ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഇത് ഉള്ളിൽ കയറുന്നത്. ഇതിനി മാറ്റാനും നിങ്ങൾ അത് തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ റിപ്പീറ്റഡ്ലി കേൾക്കുകയും കാണും ഫീലാക്കുകയും ചെയ്യണം. എന്ന് വെച്ചാൽ റിപ്പീറ്റേഷനായി നിങ്ങളുടെ മൈൻഡിൽ കയറിയ സാധനം റിപ്പീറ്റേഷൻ വഴി തന്നെ മൈൻഡിൽ നിന്ന് പുറത്ത് കളയണം. നിങ്ങളൊരു ഫെയിലിയറാണ് നിങ്ങളൊരു 10-20 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഇസ് ഗോയിങ് ടു സോക്ക് ഇറ്റ് ഇൻ. നിങ്ങൾ ചെറുതായിരുന്ന സമയത്ത് നിങ്ങൾ എങ്ങും എത്തില്ല എന്ന് ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അത് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടിട്ടുണ്ടാവും. ഈവൻ ഇഫ് യു ആർ കോൺഷ്യസ്ലി തിങ്കിങ് സംതിങ് എൽസ്, ഇഫ് യു ആർ സബ് കോൺഷ്യസ്ലി ബിലീവിങ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഫെയിൽ, നിങ്ങളെങ്ങും എത്താൻ പോകുന്നില്ല. ആ റിസൾട്ട് വേണ്ടെങ്കിൽ യു നീഡ് ടു സ്റ്റാർട്ട് ടെല്ലിങ് വാട്ട് യു റിയലി വാണ്ട്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം, യു ഡിസേർവ് എ ലോട്ട് മോർ, your life is not this, you want to go this direction. കോൺഷ്യസ്ലി കോൺസ്റ്റൻ്റ്ലി നിങ്ങൾ പറയണം. അതിനാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. ഇഫ് അഫർമേഷൻ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ എം സക്സസ്ഫുൾ. ഇത് ഞാൻ കോൺസ്റ്റൻ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഇഫ് ഇൻ മൈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഞാനൊരു ഫെയിലിയർ ആണെന്ന് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ, വെൻ ഐ റിപ്പീറ്റഡ്ലി സേ ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ എം ഗോണ ബി സക്സസ്ഫുൾ, അത് റിപ്പീറ്റഡ്ലി പറയുകയാണെങ്കിൽ യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ജസ്റ്റ് സോക്സ് ഇറ്റ് ഇൻ. കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും സെയിം അലൈൻമെൻറ്റിലാവുമ്പോൾ
നിങ്ങൾക്ക് ഈസിലി നിങ്ങളുടെ ബോഡിയിലുള്ള വൈബ്രേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. വൈബ്രേഷൻ ഇൻഫ്ലുവൻസ് ചെയ്താലാണ് നിങ്ങളുടെ എനർജീനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്. ആ എനർജീനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വേണ്ട ഡയറക്ഷനിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ബോഡി ഇപ്പോൾ പ്രസൻ്റ്ലി ഏത് വൈബ്രേഷനിലാണ് മനസ്സിലാക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. യു ജസ്റ്റ് നീഡ് ടു ആസ്ക് യുവർ സെൽഫ്, ഹൗ ആം ഐ ഫീലിംഗ് റൈറ്റ് നൗ. ഈ ഫീലിംഗ് ഈസ് ആക്ച്വലി എ കോൺഷ്യസ് അവെയർനെസ് ഓഫ് യുവർ തോട്ട്സ്. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വെച്ചാൽ കോൺസെപ്റ്റിൽ ദർ ആർ മച്ച് മോർ റൂൾസ്. അപ്പോൾ ഇനിയുമുള്ള വീഡിയോസിൽ ഞാൻ മച്ച് മോർ എക്സ്പ്ലെയിൻ ചെയ്യാം. ബട്ട് ഈ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യാണ്. ജസ്റ്റ് സബ്സ്ക്രൈബ്. സോ ഞാൻ ഇടാൻ പോകുന്ന നെക്സ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാരോട് ഇത് എത്തുകയും ചെയ്യും. അപ്പോൾ ബൈ.